കണ്ണിനു കാഴ്ചയില്ലെങ്കിൽ ലോകത്തുള്ള വസ്തുക്കൾ കാണാൻ കഴിവില്ലാത്തതുപോലെ പഠനം എന്ന വെളിച്ചമില്ലാതെ ഈ ലോകത്തെയും പരലോകത്തെയും അതിൽ വസിക്കുന്ന ദൈവത്തെയും അറിയുവാൻ കഴിയില്ല. ഏതാണ്ട് 180 വർഷങ്ങൾക്ക് മുൻപ് കേരളത്തിലെ നിന്ദിതരും പീഡിതരുമായ ജനസമൂഹത്തോട് വിശുദ്ധ ചാവറ കുര്യാക്കോസ് ഏലിയാസ് പിതാവ് പറഞ്ഞ ഈ വാക്കുകൾ ഇന്നിതാ CMI സന്യാസ സഭയുടെ ശക്തമായ കരം ഗ്രഹിച്ച് ജ്ഞാനത്തിൻ്റെ അചഞ്ചലതയിലേക്കും പൂർണ്ണതയിലേക്കും വളരുകയാണ്. The long-cherished dream and mission for a cultural center, a land of letters, came into existence under the dynamic leadership of CMI Fathers. As a chief guest for Darshana Cultural Center Silver Jubilee Valedictory celebrations, we wholeheartedly extend to you, Your Excellency, a most cordial welcome. അക്ഷര നഗരി എന്ന് പുകഴ്ക്കൊണ്ട ഈ കോട്ടയം നഗരത്തിലെ സുമനസ്സുകളായ അക്ഷരം മാത്രം കൈമുതലായിട്ടുള്ള ഒരു സാധുവായി മനുഷ്യൻ ഇത്ര ആത്മാർത്ഥമായി ആഘോഷപൂർവ്വം ആദരിക്കുന്നതിൻ്റെ മുമ്പിൽ ശിരസ്സ് നമിക്കുകയല്ലാതെ മറ്റെന്താ ചെയ്യേണ്ടതെന്ന് എനിക്ക് അറിഞ്ഞുകൂടാ. ഞാൻ നമിച്ച ശിരസ്സോടുകൂടി നിങ്ങളോട് എൻ്റെ നന്ദിയും സ്നേഹവും ആദരവും പ്രകാശിപ്പിക്കുന്നു. கோட்டயம் நகரத்தில் உள்ள எல்லா ஜனங்களுக்கும் மரியாதைக்குரிய ஃபயட் குரூப் சார் அவர்களுக்கும் வித்தியார்த்திகளுக்கும் என்ற நமஸ்காரம். So children, I am addressing something for you. You know, when the mother smiles, society smiles. When society smiles, the nation smiles. Mother smiles, family smiles. Family smiles, society smiles. Society smiles. So I congratulate Darshana Center Kottayam, Kerala for celebrating the Silver Jubilee after many years of notable achievements. My greetings and best wishes to all the members of Darshana Cultural Center Kottayam for success in all their future missions. May God bless you all, friends. Okay. I will have a goal and work hard to achieve that goal. I realize small aim is a crime. I realize small aim is a crime. This is for all. This is for all. ദർശന അക്കാദമി ഇന്ന് മെഡിക്കൽ എഞ്ചിനീയറിംഗ് പ്രവേശന പരീക്ഷകൾക്കുള്ള പരിശീലനത്തിന് കേരളത്തിനകത്തും പുറത്തും എന്നല്ല ഗൾഫ് രാജ്യങ്ങളിൽ നിന്ന് പോലും ഇവിടെ എത്തിച്ചേരുന്ന വിദ്യാർത്ഥികൾ നിരവധി. അത് സമർപ്പണത്തിൻ്റെ, സംത്യാഗത്തിൻ്റെ പ്രാണമുദ്ര പേറുന്ന ഒരു വിശുദ്ധ ദൗത്യമാണിത്. അതാണ് CMI സന്യാസി സഭയെ 22 വർഷങ്ങൾക്ക് മുൻപ് ദർശന അക്കാദമി രൂപീകരിക്കുവാൻ പ്രേരണ നൽകിയത്. കുട്ടികൾക്ക് നല്ല ട്രെയിനിങ് കൊടുത്തു കഴിഞ്ഞാൽ, അവരെ പരിശീലിപ്പിച്ചു കഴിഞ്ഞാൽ
എത്ര സാധാരണക്കാരുടെ മക്കളായിരുന്നാലും സാധാരണ കുട്ടികളായിരുന്നാലും അവർക്ക് ഉന്നത വിദ്യാഭ്യാസത്തിൽ പ്രത്യേകിച്ച് മെഡിസിൻ ആയിക്കോട്ടെ, മെഡിസിൻ്റെ പല തലങ്ങളിലുണ്ട്. എഞ്ചിനീയറിംഗ് IIT ആയിക്കോട്ടെ, AIPMT ലെവലിലായിക്കോട്ടെ, ജിമ്മർ ആയിക്കോട്ടെ, AFMC ആയിക്കോട്ടെ, എയിംസ് ആയിക്കോട്ടെ, അത് ഏറ്റവും പ്രീമിയർ ആയിട്ടുള്ള സ്ഥാപനങ്ങളിൽ, മെഡിക്കൽ കോളേജുകളിൽ കുട്ടികൾക്ക് പഠിക്കാനുള്ള സാധ്യതയുണ്ട്. അതെ, ഇങ്ങനെയാണ് ദർശന അക്കാദമി വിജയതൃഷ്ണ പേറുന്ന നിശ്ചയദാർഢ്യമുള്ള സാധാരണക്കാരിൽ സാധാരണക്കാരായ രക്ഷകർത്താക്കളുടെയും അവരുടെ മക്കളുടെയും സ്വപ്നങ്ങൾക്ക് പ്രത്യാശയുടെ പൊടിപ്പുകൾ പകരുന്നത്. എണ്ണം പറഞ്ഞ വിദ്യാഭ്യാസ പരിശീലനങ്ങൾക്കൊപ്പം 3 പതിറ്റാണ്ടുകൾ പിന്നിട്ട് വളരെ വിജയകരമായി മുന്നോട്ടു പോകുന്ന ദർശനയുടെ പുസ്തകമേള ഇന്ന് ഇന്ത്യയിലെ തന്നെ അറിയപ്പെടുന്ന ഒന്നാന്തരം പുസ്തകമേളകളിൽ ഒന്നായി മാറിയിട്ടുണ്ട്. ഇംഗ്ലീഷ് ഭാഷയുടെ അനന്ത സാധ്യതകൾ കണ്ടറിഞ്ഞുകൊണ്ട് ദർശന ആരംഭിച്ച IELTS കോച്ചിംഗ് സെന്റർ ഇന്ന് കൂടുതൽ ഉയരങ്ങൾ കീഴടക്കുകയാണ്. 22 വർഷങ്ങൾക്ക് മുമ്പ് മെഡിക്കൽ എഞ്ചിനീയറിംഗ് എൻട്രൻസ് ആരംഭിച്ച ദർശന അക്കാദമി 2008 എഞ്ചിനീയറിംഗിൽ 1ാം റാങ്കും മെഡിക്കൽ വിഭാഗത്തിൽ 2ാം റാങ്കും, 2011 എഞ്ചിനീയറിംഗിൽ 1ാം റാങ്കും, 2013 എയിംസ് പരീക്ഷയ്ക്ക് കേരളത്തിൽ നിന്നുള്ള 3ാം റാങ്കും നേടിയിട്ടുണ്ട്. കാൺപൂർ IIT ടെക്നോദേ അഖിലേന്ത്യാ പരീക്ഷയിൽ ഒന്നാം റാങ്ക് നേടിയ B. ശ്രീനാഥിനെ കോട്ടയം ദർശന എൻട്രൻസ് അക്കാദമിയുടെ ആഭിമുഖ്യത്തിൽ ആദരിച്ചു. ദർശന അക്കാദമി എൻട്രൻസ് വിദ്യാർത്ഥിയാണ് B. ശ്രീനാഥ്. മുൻ മുഖ്യമന്ത്രി ഉമ്മൻചാണ്ടി MLA സമ്മേളനം ഉദ്ഘാടനവും അവാർഡ് വിതരണവും നിർവഹിച്ചു. IIT കാൺപൂർ നടത്തിയ ടെക്നോദേ ഓപ്പൺ സ്കൂൾ ചാമ്പ്യൻഷിപ്പിൽ ദേശീയതലത്തിൽ 1ാം റാങ്കിന് അർഹനായ ദർശന അക്കാദമിയിലെ എഞ്ചിനീയറിംഗ് എൻട്രൻസ് വിദ്യാർത്ഥി B. ശ്രീനാഥിനെയാണ് ആദരിച്ചത്. ദേശീയ തലത്തിൽ 3 റൗണ്ടിലുമായി ലക്ഷക്കണക്കിന് വിദ്യാർത്ഥികൾ പങ്കെടുത്തതിൽ നിന്നും തിരഞ്ഞെടുക്കപ്പെട്ട 50 പേർ മാറ്റുരച്ച ഫൈനൽ റൗണ്ടിലാണ് ശ്രീനാഥ് 1ാം റാങ്ക് നേടിയത്. ദീപികയായിരുന്നു IIT കാൺപൂർ ടെക്നോദേ മത്സരത്തിന്റെ ക്രമീകരണം കേരളത്തിൽ നടത്തിയത്. നക്ഷത്രത്തിളക്കമുള്ള വിജയങ്ങളുടെ കൂടുതൽ ആവർത്തനവുമായി അതിലും വലിയ ആത്മവിശ്വാസത്തോടെ മുന്നോട്ടു പോവുകയാണ് ദർശന അക്കാദമി. നാഗമ്പടത്തെ പുതിയ ക്യാമ്പസ് ആ പ്രൗഢിയുടെ ശിരസിൽ പതിയുന്ന മറ്റൊരു പൊൻകിരീടമായി മാറുകയാണ്. മനുഷ്യനന്മയിലൂന്നിയ സേവന തൽപരതയുടെ ബലിഷ്ഠ സൗന്ദര്യത്തെ വിളിച്ചോതുകയാണ് ഇതെല്ലാം. ദർശനെ പറ്റി ഒരുപാട് കേട്ടിട്ടുണ്ട്, അതുകൊണ്ട് ദർശനെ ഓപ്റ്റ് ചെയ്തു. ദർശന അക്കാദമി മെഡിക്കൽ എഞ്ചിനീയറിംഗ് എൻട്രൻസ് പരിശീലന രംഗത്ത് 22 വർഷത്തെ പാരമ്പര്യമുള്ള ഏക സ്ഥാപനം. ദർശനെ വരാനുള്ള പ്രധാന കാരണം എന്ന് വെച്ചാൽ ഇവിടുത്തെ സ്റ്റഡി സിസ്റ്റമാണ്. പ്രഗത്ഭരായ അധ്യാപകരുടെ ക്ലാസുകൾ, ദിവസേനയുള്ള മോഡൽ പരീക്ഷകൾ, മികച്ച വിജയ ശതമാനം, ഇവയൊക്കെ ദർശനയുടെ മാത്രം പ്രത്യേകത. ഇവിടെ എല്ലാ ദിവസവും ഡെയിലി ടെസ്റ്റുകൾ നടത്തുന്നുണ്ട്. അത് മറ്റു പല ഇൻസ്റ്റിറ്റ്യൂട്ട്സിലും ഇല്ല. +1 കഴിഞ്ഞ വിദ്യാർത്ഥികൾക്കുള്ള 1 ഇയർ +2 ട്യൂഷൻ പ്ലസ് എൻട്രൻസ് ക്ലാസുകൾ വിവിധ സെന്ററുകളിൽ മാർച്ച് 31 ആരംഭിക്കുന്നു. കോട്ടയത്തും തിരുവല്ലയിലും നടക്കുന്ന 1 ഇയർ റെസിഡൻഷ്യൽ റിപ്പീറ്റേഴ്സ് ബാച്ച്. ആരെങ്കിലും എവിടെ എൻട്രൻസ് പഠിക്കണമെന്ന് ചോദിക്കുകയാണെങ്കിൽ തീർച്ചയായും എനിക്കൊരു ഉത്തരം മാത്രമേ ഉള്ളൂ. ദർശനയേക്കാൾ നല്ല പരിശീലനം നിങ്ങൾക്ക് മറ്റെവിടെയും കിട്ടുകയില്ല. ദർശന അക്കാദമി, കോട്ടയം, തിരുവല്ല. അവർ ബ്രാഞ്ചസ് കട്ടപ്പന, ചേർത്തല, കോഴഞ്ചേരി, റാന്നി.